ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, മല്ലു കപ്പിൾ വന്നവരോടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലണ്ടനിലെ ഫസ്റ്റ് ഡേ ആണ്. ആക്ച്വലി നമ്മൾ ഏർലി മോർണിംഗിലാണ് വന്ന് കിടന്നത്. രാവിലെ എണീറ്റ് ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ജസ്റ്റ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയ നല്ല ക്ഷീണം കാരണം നന്നായിട്ടൊന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നതിന് ശേഷം ഒന്ന് കുളിക്കുകയൊക്കെ ചെയ്ത് ഏതായാലും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന റൂം ഇതാണ്. അപ്പുറത്ത് കാണുന്നത് എയർപോർട്ടാണ്, സിറ്റി എയർപോർട്ടാണ് കേട്ടോ. ഇതിലൊരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. റൂം ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമുക്ക് വിൻഡോ ഉണ്ടെങ്കിൽ വിൻഡോ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. സ്വിറ്റ്സർലൻഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും യുഎസിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും അത്രയ്ക്ക് പോരാട്ടോ, എന്നാലും മോശം പറയാനില്ല. നീറ്റ് ആൻഡ് റെഡി ഒക്കെ. അപ്പോൾ ഇതാണ് നമുക്ക് ആക്ച്വലി കിട്ടിയിരിക്കുന്ന ഒരു റൂം. സ്പേസ് ഉണ്ട്, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ എന്നാണേലും നമ്മൾ പിന്നെ ഇവിടെ അധികം നേരം റൂമിൽ സ്പെൻഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ഇതൊന്നൊരു വിഷയമില്ല. കടന്നുറങ്ങുക, കുളിക്കുക, ഇത് ഭക്ഷണം കഴിക്കുക, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ ആവശ്യമുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം കെയർ ചെയ്യുന്നില്ല. നമ്മളിവിടെ ഈ റൂം എടുത്തിരിക്കുന്നത് 2 ദിവസം, ഇന്നലെ നൈറ്റും ഇന്ന് നൈറ്റുമാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ബാക്കി നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പം നമ്മൾ നേരെ ലണ്ടൻ സിറ്റിയിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് നമുക്ക് ലണ്ടൻ സിറ്റിയിലേക്ക് ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു കാർഡ് മേടിക്കാൻ കിട്ടും. അതെന്താ ഈ ട്രാവൽ കാർഡിന്റെ പേര്? ഓയിസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞൊരു കാർഡ് കിട്ടും. പക്ഷെ ഞങ്ങൾ 2 ദിവസമുള്ളൂ, അതുകൊണ്ട് ഓയിസ്റ്റർ കാർഡിന്റെ ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ഫോണിന്റെ അകത്ത് ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കോൺടാക്ട്ലെസ് വെച്ച് ടാപ്പ് ചെയ്ത് പോകണം. നമുക്ക് ഏകദേശം സെയിം എമൗണ്ടാണ് തന്നെ. സോ അതുകൊണ്ട് നമ്മൾ ഇന്നൊരു ദിവസം നമ്മൾ ലണ്ടൻ സിറ്റി ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വെച്ചു. അനുവിൻ്റെ ഒരു കസിനും വഴിക്ക് വെച്ച് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ബാക്കി അവിടെ ഗൈഡ് ചെയ്യാന്നാണ് പറഞ്ഞത്. സോ അങ്ങനെ നമ്മൾ ലണ്ടൻ സിറ്റി കാണാൻ പോവാണ്. ചെറിയ തണുപ്പ്, എല്ലാവരും ജാക്കറ്റ് ഉണ്ട്. ഞങ്ങൾക്ക് അത്ര തണുപ്പ് തോന്നുന്നില്ല കേട്ടോ, കുഴപ്പമില്ല അല്ലേ? ചില മഴ പെയ്യുന്നുണ്ട്, നമുക്കത് നോർമലായിട്ടാണ് തോന്നുന്നുള്ളൂ, കുഴപ്പമില്ല. എന്നാലും എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ടാണ് പോണേ. നമ്മളും ചിലപ്പോൾ ചെയ്യുമ്പോൾ ജാക്കറ്റ് ഇടേണ്ട വരും. ഇതായിരുന്നു റെയിൽവേ സ്റ്റേഷൻ. ഇത്രയും നടന്നാൽ മതി. അതിനാണ് ഞങ്ങൾ 1.5 മൈൽ അപ്പുറത്താണ് ബസ് ഇറങ്ങിയിട്ട് നടന്നു വന്നത്. ഇവിടെ തൊട്ടടുത്ത് റെയിൽവേ സ്റ്റേഷൻ വരുമായിരുന്നു. എന്ത് കഷ്ടം. ഇവിടെ രാത്രി 12 മണി വരെ ട്രെയിൻ ഉണ്ടായിരുന്നാ പറഞ്ഞത്. ജസ്റ്റ് ലണ്ടൻ ബ്രിഡ്ജിലേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് 2 ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഒന്ന് 30 മിനിറ്റ് കൊണ്ട് ചെല്ലുന്ന ലൈൻ മാറി കയറുന്നത്. ഇതാണ് ഒറ്റ ലൈനിൽ നേരെ ചെന്നിട്ട് 15 മിനിറ്റ് കിടന്നാൽ അവിടെ ചെല്ലാം. 15 മിനിറ്റ് കിടക്കാൻ നീ ഇതാണ് ഒറ്റ ലൈനിൽ ലണ്ടൻ ബ്രിഡ്ജ് വരെ ചെല്ലും. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് ഈ സ്റ്റേഷനിലേക്ക് വരാൻ പറ്റും. ആ സ്റ്റേഷനാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്റ്റേഷൻ. അത് കഴിഞ്ഞ് ടവർ ഗേറ്റിലേക്കുള്ള ട്രെയിൻ കയറണം. പിന്നെ ഒരു 15 മിനിറ്റ് നടന്നാൽ ലണ്ടൻ ബ്രിഡ്ജ് എത്തും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് സ്ക്രീനുണ്ട്, അതുകൊണ്ട് ഇവിടെ നമുക്ക് ടവർ ഗേറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 2ലേക്ക് കയറുവാണ്. നമ്മൾ ട്രെയിൻ കയറി കാനിങ് ടൗണിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ജൂബിലി ലൈൻ കയറി വേണം പോകാനായിട്ട്. ജൂബിലി ലൈൻ എന്ന് പറഞ്ഞ ട്രെയിനിലേക്ക് പോകാനായിട്ടുള്ള ഇതാണ്. ജൂബിലി ലൈനിലാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ അകത്ത് ഇതിൽ പോകുന്ന സ്റ്റോപ്പുകളാണ് കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് ലണ്ടൻ ബ്രിഡ്ജാണ് നമുക്ക് പോകേണ്ടത്. $15. അപ്പോൾ നമ്മൾ ഏതായാലും യൂസ് ചെയ്ത് ബാങ്ക് കാർഡാണ്. ഇപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നമുക്ക് ബാങ്ക് കാർഡ് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ടാപ്പിൻ ചെയ്ത് പോകാം. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരേ കാർഡ് യൂസ് ചെയ്ത് 2 പേർക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ആപ്പിൾ പേ യൂസ് ചെയ്യാം, പിന്നെ നമുക്ക് ഫിസിക്കൽ കാർഡ് യൂസ് ചെയ്ത് വേണം ചെയ്യാം. അപ്പോൾ സെയിം കാർഡ് തന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. യു ആർ ഹിയർ. ഇതാണ് ഈ പറഞ്ഞ ലണ്ടൻ ബ്രിഡ്ജ്. നമുക്ക് ഇതിലേയും പോകാം, ഇതിലേയും പോകാം. നമുക്ക് ആദ്യം ഇതിലേ പോയി ഇവിടെ നടക്കും. ഇവിടെ കണ്ടൊക്കെ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നടക്കുന്നത് ഏകദേശം ഇവിടെയാണ്.
ഇനി ഇതിൻ്റെയാണ് നമ്മൾ റോഡ് ക്രോസ് ലണ്ടൻ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഫൈനലി ലണ്ടൻ ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. കാണുന്നതാണ് കേട്ടോ ലണ്ടൻ ബ്രിഡ്ജ്. അവിടെ നമ്മൾ അതിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ളൊരു സംവിധാനമുണ്ട്. അവിടെ നിന്ന് ഇറങ്ങിയത് ഇതാണ് ക്യൂൻസ് വാക്ക് എന്ന് പറയുന്ന സ്ഥലം. നമ്മളതിൽ താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് കേട്ടോ നമ്മുടെ ലണ്ടൻ ബ്രിഡ്ജ്, ലോക പ്രശസ്തമായ ലണ്ടൻ ബ്രിഡ്ജ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ AD 50 ആദ്യമായി ലണ്ടൻ ബ്രിഡ്ജ് പണിതത്. അത് കഴിഞ്ഞിട്ട് പല തവണ ഇത് പൊളിച്ച് പണിതു. പിന്നെ 18-ാം നൂറ്റാണ്ട് വരെ ലണ്ടനിൽ ആകെ ഉണ്ടായിരുന്ന ബ്രിഡ്ജും ഈ ലണ്ടൻ ബ്രിഡ്ജ് മാത്രമാണ്. പക്ഷേ കാഴ്ചയിലൊരു സാധാരണ പാലമാണ്. ഇതിലും ഭംഗിയായിട്ടാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ നേരിമംഗലം പാലം പണിതിരിക്കുന്നത്. ഊബർ ബോട്ട്, നമുക്ക് പലതരത്തിലുള്ള ബോട്ടുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഊബർ ബോട്ട് കാണുന്നത്. ഊബർ ബോട്ടെന്ന് വെച്ചാൽ ഊബർ വെച്ച് ബോട്ട് ബുക്ക് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ സുഹൃത്തുക്കളെ, അനുവിൻ്റെ കസിൻ വന്ന് ഇന്ന് ഞങ്ങൾ ലണ്ടൻ മൊത്തം കറക്കാനായിട്ട് ഏതായാലും ഡോണനെ ഏർപ്പാടാക്കിയിരിക്കുകയാണ്. നമ്മൾ ലണ്ടൻ ട്രെയിൻ സ്റ്റേഷൻ്റെ മെയിൻ സ്റ്റേഷൻ ഇതാണ്. നമ്മൾ വന്ന DLR എന്ന് പറഞ്ഞാൽ ലോക്കൽ സ്റ്റേഷനിലാണ്. ആ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇപ്പം നമ്മൾ കണ്ട ടവർ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. നേരത്തെ നമ്മൾ ലണ്ടൻ ബ്രിഡ്ജിന്റെ മേളിൽ നിന്ന് കണ്ട ടവർ ബ്രിഡ്ജിന്റെ കുറച്ചുകൂടെ അടുത്ത് നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. ലണ്ടൻ ബ്രിഡ്ജ് സ്റ്റേഷനിൽ നിന്നും നേരെ ഓപ്പോസിറ്റ് ഉള്ള വാക്ക്വേയിൽ വഴി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വ്യൂ പോയിന്റിൽ എത്താൻ സാധിക്കും. പിന്നെ പല സിനിമകളിലും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന കൂട്ടത്തിൽ ഈ ബ്രിഡ്ജും അവർ ഉൾപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് ഇതായിരിക്കും ലണ്ടൻ ബ്രിഡ്ജ് എന്ന് തെറ്റിദ്ധരിക്കും. എന്നാൽ ലണ്ടൻ ബ്രിഡ്ജ് ഒരു നോർമൽ ബ്രിഡ്ജാണ്. പിന്നെ ലണ്ടൻ സിറ്റിയുടെ നടുക്ക് ഒരുപാട് കൊത്തുപണികളൊക്കെ ആയിട്ട് നല്ല പ്രൗഢ ഗംഭീരമായി നിൽക്കുന്ന ഒരു ബ്രിഡ്ജ് തന്നെയാണ് കേട്ടോ ടവർ ബ്രിഡ്ജ്. അവിടെ നിന്ന് നേരെ ലണ്ടൻ ഐ കാണാൻ പോവാണ്. ലണ്ടനായി കാണാൻ പോകട്ടെ. തണുത്തൊരു രക്ഷയില്ല, നല്ല തണുപ്പാണ്. എല്ലാവരും തന്നെ ജാക്കറ്റ് പോലും വേണ്ടെന്ന് പറഞ്ഞ ആളാ നേരത്തെ. ജാക്കറ്റ് കയറി തല തൊപ്പിയും കയറി. നമ്മൾ നടന്ന് അവസാനം ലണ്ടനായി എത്തിയിരിക്കുകയാണ്. ലണ്ടനായി കയറി ഒന്ന് വട്ടം കറങ്ങി നോക്കാം. ലണ്ടൻ മൊത്തം കാണാമെന്നാണ് പറഞ്ഞത്. ടിക്കറ്റ് ഓഫീസിന് ഫ്രണ്ടിലെത്തി കേട്ടോ. ഇതാണ് നമ്മൾ ലണ്ടനായിക്കുള്ള ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്.
നമ്മളിവിടെ നമുക്ക് ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം. അപ്പോൾ 3:45 ടൈം സ്ലോട്ട് നമ്മൾ ബുക്ക് ചെയ്തു. ആക്ച്വലി 3:45 പക്ഷേ 3:45 തന്നെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ലൈനിൽ കൂടെ കയറി പോകാം. പിന്നെ ഉള്ളത് 4 മണിക്ക് ഫ്ലോട്ടാണ്. അത് നമ്മൾ 4 മണിയായി വെയിറ്റ് ചെയ്താൽ മാത്രമാണ് അവിടെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏതായാലും നമുക്കൊന്നും വലിയ തിരക്കൊന്നുമില്ല. നമ്മുടെ എൻ്റെ ട്രിപ്പിന് ഒരിടത്തും തിരക്ക് വന്നില്ല അവിടെ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലണ്ടൻ ഐയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. ലണ്ടൻ ഐ ഒരു പകുതി പോലും ആയിട്ടില്ല. നമ്മളിപ്പം ആ ബ്രിഡ്ജിൻ്റെ അപ്പുറത്ത് ആ ക്ലോക്ക് വെച്ചിട്ടിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ പേരാണ്, ആ ടവറിൻ്റെ പേരാണ് കേട്ടോ ബിഗ് ബാങ് എന്നറിയപ്പെടുന്നത്. Further east, you can see the triangular shape of the Shard rising into the sky. It was designed by Italian architect Renzo Piano, and at 309 meters high, it's the tallest building in the UK. There are luxury apartments at the top of the Shard, which has been valued at tens of millions of pounds. You'd need a lot of pineapples to buy one of those. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ലണ്ടൻ ഐയുടെ ഓൾമോസ്റ്റ് ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇത്രയും കൂടെ ചെന്നാൽ നമ്മൾ ടോപ്പായി. 2 വണ്ടികളെ ലണ്ടൻ ഫുള്ള് കാണാൻ കേട്ടോ. ഇതൊരു അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ലണ്ടൻ ഐയിലിരുന്ന് നമ്മൾ സൺസെറ്റ് കണ്ടു കേട്ടോ. നമ്മളിപ്പോഴും ലണ്ടനിലായി തന്നെയാണ്. The iconic clock tower you can see is named the Elizabeth Tower, although many people refer to it as Big Ben, which is actually the name of the bell inside the tower that rings every hour. Now look at the building closest to us. That's County Hall. It was once a home to the Greater London Council until it was disbanded in the 1980s. But it now houses loads of attractions for Merlin Entertainments. As well as our ticket office, you can find the London Dungeon, Shrek's Adventure, and the Sea Life London Aquarium. Something for all the family. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ലണ്ടൻ ഐ എല്ലാം കയറി ഇറങ്ങി ഇവിടുത്തെ പഴയ കൗൺസിൽ ഹാളിൻ്റെ മുറ്റത്ത് നിൽക്കുകയാണ്. കൗൺസിൽ ഹാൾ എന്ന് വെച്ചാൽ 1980s വരെ കൗൺസിൽ ഹാളായിരുന്നു. ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാണ്. ആ ലണ്ടൻ ഐയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന എലിസബത്ത് ടവർ അഥവാ ബിഗ് ബാങ്ങിൻ്റെ അകത്ത് ഇപ്പോൾ ലൈറ്റൊക്കെ ഓൺ ആക്കി. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്. ഇതിൻ്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്നല്ല, നമുക്ക് ആക്ച്വലി അവിടെ നമുക്ക് 2 രീതിയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഒന്നെങ്കിൽ ഇത് മാത്രമായിട്ട് ബുക്ക് ചെയ്യാം, പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്ക് 1-2 അട്രാക്ഷൻസ് കൂടി ആഡ് ചെയ്തുകൊണ്ടെടുക്കുക. അപ്പം നമ്മൾ ഇപ്പോൾ 2 ദിവസം ആകെ ഇവിടെ ഉള്ളൂ, ടൗണിലുള്ളൂ. അതുകൊണ്ട് നമ്മൾ ലണ്ടൻ ഐയും പിന്നെ നമ്മുടെ വാക്സ് മ്യൂസിയം ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതെ, നമുക്ക് നല്ല വിശപ്പുണ്ടാകുന്നു. ഉച്ചയ്ക്ക് ചോറൊന്നും ഉണ്ടില്ല. ഡോണ ഏതായാലും കപ്പ് കേക്ക് നമുക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ട് അതെ ഉച്ചക്കത്തെ ഊണ് നമുക്ക് ഇതേലാക്കാം അല്ലേ. ഇനി ഇത് പക്ഷേ ഈ ഡോണ ഇതിലങ്ങ് ഒതുക്കാനല്ല തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മളെ നേരെ ഒരു 5 സ്റ്റാർ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോകുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ചായക്കടയുണ്ട്. അപ്പോൾ ശരി, പിന്നെ കാണാം. നല്ല വിശപ്പുണ്ട്. ഇതിവിടുത്തെ ഒരു വേറൊരു അട്രാക്ഷൻ ആട്ടോ. നമ്മുടെ ലണ്ടൻ ഐയുടെ കൂടെ പർച്ചേസ് ചെയ്യാൻ കിട്ടുന്നൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്തെന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു സ്കെയറി ഹൗസ് പോലത്തെ എന്തെങ്കിലും ആയിരിക്കും.
നമ്മുടെ യാത്ര ഏതാണ്ട് പരിസമാപ്തിയിലെത്തിക്കൊണ്ടിരിക്കുന്നു. ഇതേ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ആ പിങ്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ ലണ്ടനായി. നമ്മൾ ഏതാണ്ട് തിരിച്ചു പോകാറാകുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു ചെറിയ സങ്കടം. അപ്പോൾ നമ്മുടെ ലണ്ടനായി ആണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇച്ചിരി മുമ്പ് കയറി ഇറങ്ങിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സൂര്യനൊക്കെ അസ്തമിച്ചു. ഏതാണ്ട് രാത്രി 10 മണിയായൊരു ഫീലൊക്കെ വരും. പക്ഷെ സമയം 5 മണി ആയതേ ഉള്ളൂ. നമ്മൾ വൈകിട്ട് 5 മണിയായപ്പോഴത്തേക്കും സൂര്യൻ്റെ പണി നിർത്തി വീട്ടിൽ പോയി കയറി. ഇനി നമ്മൾ ഇവിടുന്ന് ബസ് കയറി ഇവിടെ ഫുഡ് കഴിക്കാനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞ് ഇന്ത്യൻ ഫുഡ് ആസ്വദിക്കാനായിട്ട് അങ്ങോട്ട് പോവാണ്. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വഴിയിൽ ഈ സ്ട്രീറ്റിൽ ഇങ്ങനെ ലൈറ്റും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് ഇറങ്ങി നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഇവിടുത്തെ ട്രാവലിങ്ങിൻ്റെ വേറെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റൂട്ടിൽ പോകുമ്പം നമുക്ക് ഇടയ്ക്ക് ഇറങ്ങേണ്ട വന്നു കഴിഞ്ഞാൽ ഇറങ്ങി നമ്മൾ ഇത്ര മിനിറ്റിനുള്ളിൽ നമ്മൾ തിരിച്ച് ആ ജേർണി കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആദ്യം എവിടെ നിന്നാണ് നമ്മൾ കയറിയത് അവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അവിടെ വരെയുള്ള തുക മാത്രമേ ചാർജ് ചെയ്യുള്ളൂ. അഡീഷണൽ ടിക്കറ്റ് ഒന്നും നമ്മൾ വേറെ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കസിൻസ് ഇവിടെ ലണ്ടൻ സിറ്റിയിലുണ്ട്, ജിത്ത് ആൻഡ് ജെറിൻ. അവരിപ്പോൾ നമ്മളെ വന്ന് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു 3D തിയേറ്റർ ഉണ്ട്. അപ്പോൾ തിയേറ്ററിലേക്ക് വരാൻ പറഞ്ഞു. അപ്പം നമുക്ക് രാത്രി ആയി കഴിയുമ്പോൾ ഇവിടെ 3D ഷോ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് പോവാണ്. അവിടെ വെച്ച് അവരെ കൂടെ കണ്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ച് നമ്മൾ നേരെ നമ്മുടെ 3D തിയേറ്ററിലേക്കുള്ള യാത്രയിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ ജിത്തിനെയും ബാബച്ചിനെയും ഇവിടെ വന്ന് കണ്ടുമുട്ടി. ഡോണെ കണ്ടു കൂടെ. അപ്പോൾ ഏതായാലും നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ലണ്ടൻ എന്ന സിറ്റിയൊക്കെ ഇറങ്ങി ലണ്ടൻ ഐയിലൊക്കെ കയറി. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ഫോർ.